AI മേഖലയിലെ പുതിയ ഡെവലപ്മെൻറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഇതൊരു പുതിയ സീരീസിൻ്റെ തുടക്കമാണ്. AI നൗ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള ടൈറ്റിലോ തമ്പനെയിലോ ഇട്ടിട്ടില്ലെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണെങ്കിൽ പോലും, ഞാൻ മറ്റൊരാളുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും ടൈറ്റിലോ തമ്പനെയിലോ എന്നെ അട്രാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാണില്ല. ഇതുപോലെ എൻ്റെ വീഡിയോയിലും ഒരുപക്ഷെ നല്ല വീഡിയോകൾ ഉണ്ടാവാം, പക്ഷേ ഇതേ ഒരു റീസൺ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ടൈറ്റിലോ തമ്പനെയിലോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി എന്താണെന്ന് ആലോചിച്ച സമയത്ത് AI വാർത്തകൾ, AI മേഖലയിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് പങ്കുവെക്കാൻ AI നൗ എന്നുള്ള ഒരു സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ AI നൗവിന് എപ്പിസോഡുകൾ ഉണ്ടാവും. അപ്പോൾ AI നൗ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ട്രൈ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, AI മേഖലയിൽ ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ChatGPTയുടെ സോറ 2 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതുപോലെ ChatGPT പൾസ്, ChatGPT ഏജൻറ്റ് കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയ മുന്നേറ്റങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇനി ഈ മുന്നേറ്റങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ഏതെല്ലാം മേഖലകളിൽ ഡിസ്റപ്ഷൻ ഉണ്ടാകും? നമ്മളൊക്കെ ഇന്ന് ജോലി ചെയ്യുന്ന ഒരു നോളേജ് ഇക്കോണമിയുടെ ഫ്യൂച്ചർ എന്താണ്? കാരണം CA ആണെങ്കിലും CFA ആണെങ്കിലും MBBS ആണെങ്കിലും വക്കീൽ പരീക്ഷ ആണെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് ChatGPT പാസ്സാവുന്നൊരു കാലത്ത് അത്തരത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ലോയറായിട്ടോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറൊക്കെ ആയിട്ട് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം മേഖലയിൽ ഇതൊരു സിമ്പിൾ എക്സാമ്പിളിന് വേണ്ടി 1-2 പ്രൊഫഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് ദെൻ ദിസ് ക്യാൻ ഹാപ്പൻ ടു എനി ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിലൊക്കെ ഒരു സർട്ടിഫൈഡ് ആയിട്ട് ഒരു പ്രൊഫഷണലിനെ പോലെ, ഒരു ഹ്യൂമൻ പ്രൊഫഷണലിനെ പോലെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര വേണമെങ്കിലും കോപ്പികൾ ഉണ്ടാക്കാമല്ലോ. എത്ര വേണമെങ്കിലും നോളേജ് വർക്ക് ഒരു മടിയും കൂടാതെ മനുഷ്യൻ്റെ യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ലാതെ ഇത്തരം സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നോളജ് ഇക്കോണമിയുടെ ഭാവി എന്താണ്? ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്ന സിംഗിൾ മോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് AI ആണ്. രണ്ടാമത്തേത്, ഇതിന് വേണ്ടുന്ന എനർജിയും മറ്റുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ടെക്നോളജികളെ കുറിച്ചും ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വർഷം മാത്രം $300-400 ബില്യൺ ഇടയിൽ ഫണ്ട് ഈ മേഖലയിൽ ഇൻവെസ്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വാർത്തകളൊക്കെ നോക്കുന്ന സമയത്ത് മിക്കതും ഡെബിറ്റുകളാണ്. അപ്പോൾ വലിയ രീതിയിൽ കടമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു ഇൻഡസ്ട്രിയിൽ ഡിപ്ലോയിഡ് ആവുന്ന സമയത്ത് ഇതിനൊരു ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ. ഇത്രയും ഫണ്ട് ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു റിട്ടേൺ എക്സ്പെക്റ്റഡ് ആണ്. ഇൻട്രസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ലാഭം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന പോലെ, ഇത്രയധികം ക്യാപിറ്റൽ ഈ മേഖലയിൽ ഡിപ്ലോയ് ചെയ്യുന്നവർ ഇതിന് എന്തായാലും ലാഭം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലാഭം ആരുടെ അടുത്തു നിന്നാണ് പോവുക? നമ്മളൊക്കെ പോലെയുള്ള ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഇവർക്ക് ലാഭം തിരിച്ചെത്തേണ്ടത്. അപ്പോൾ ആ ലാഭം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ChatGPTയുടെ ഒരു പ്രൈമറി ബിസിനസ് മോഡൽ ChatGPTയുടെ സബ്സ്ക്രിപ്ഷൻസ് സെല്ല് ചെയ്യുന്ന മോഡലായിരുന്നു എന്നുണ്ടെങ്കിൽ, $20 പ്ലാൻ, ഇന്ത്യക്കായിട്ട് $5 പ്ലാൻ, $200 പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ഒന്നും വിറ്റാൽ ആക്ച്വലി ഇവരുടെ നഷ്ടം കവർ ചെയ്യുന്നില്ല. കാരണം ഈ വർഷം $5 ബില്യൺ ലോസ് ഉണ്ടാവുമെന്ന് പറയുന്നു. അടുത്ത വർഷം $14 ബില്യൺ OpenAIക്ക് ലോസ് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഈ നഷ്ടമൊക്കെ നികത്തണം. ശരിക്കും ഞാൻ അവരുടെ ഈ ഒരു ഡെപ്റ്റ് സ്ട്രക്ചറും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് കടക്കണിയിലാണ്. ഇനിയും കടം എടുത്തുകൊണ്ടേയിരിക്കും. കാരണം അംബീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 2030 ആകുമ്പോഴേക്കും അവർക്ക് ഇപ്പോൾ ഉള്ള വരുമാനം ഉണ്ടല്ലോ, നിലവിലിപ്പോൾ ബില്യൺസ്, 10 ബില്യണിൻ്റെ മുകളിലൊക്കെ റവന്യൂ ഉള്ള കമ്പനിയാണ്. അത് അവർക്ക് 24 ഇരട്ടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ഇപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ജസ്റ്റിഫൈഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് അടുത്തൊരു ബബിളായിട്ട് അത് പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ AI മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു ബബിളാണോ, $1 ട്രില്യൺ ബബിളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നമ്മളിതിൽ എങ്ങനെ നോക്കി കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഇത് എങ്ങനെയൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഏരിയകൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ കോർപ്പറേറ്റുകളുടെ അജണ്ട മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും ക്യാപിറ്റൽ ഇവിടെ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ട്, അപ്പോൾ അവർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. എവിടുന്ന് റിട്ടേൺ വരും എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത്, ChatGPT മാത്രം ഒരു റവന്യൂ മോഡലായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസമായിരിക്കും. ChatGPTക്ക് മില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ബട്ട് ദെൻ അതുപോലെ ആൾക്കാർ യൂസേഴ്സ് ലോകത്തുള്ള മറ്റൊരു പ്രൊഡക്റ്റ് എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയകളാണ്. ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇവൻ ടു സം എക്സ്റ്റെൻറ്റ് യൂട്യൂബൊക്കെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. ബട്ട് ദെൻ നമുക്ക് അവിടെ ഒരു സോഷ്യൽ മീഡിയയുടെ കുറേ സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ സോറ ഒരു ആപ്പായിട്ട് വരുന്നു. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് വീഡിയോകൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ബേസിക് പ്രവർത്തന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ് എന്ന് പറയും. ബ്രെയിനൊക്കെ ഓഫാക്കി വെച്ചിട്ട് നമ്മുടെ ഇമോഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, നമുക്ക് താല്പര്യമുള്ളത് മാത്രം കാണുന്ന ഒരു എക്കോ ചേമ്പറിനകത്ത് നിന്നിട്ട് അതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടാക്കുക. നമ്മളെ എല്ലാ തരത്തിലുള്ള ബുദ്ധിശക്തിയും അത് നശിപ്പിക്കുന്നുണ്ട്, നമ്മളെ വെറുതെ ആക്കുന്നുണ്ട്, ലേസി ആക്കുന്നുണ്ട്. ഇതൊക്കെ റിയാലിറ്റിയാണ്. ഇതിനെ ബ്രെയിൻ റോട്ട് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ
ഈ നിരയിലേക്ക് ശരിക്കും 1-2 പുതിയ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഈ ടെക്നോളജികളെ നമുക്ക് ഒരു പെസിമിസ്റ്റിക് ലൈനിൽ വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യം. അത് ഒന്ന് സോറ വരുന്നത് സോറ ആപ്പായിട്ട് വരും. അപ്പോൾ സോറ ഇപ്പോൾ VO3യുടെ കോമ്പറ്റീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. VO3 ഉണ്ടാക്കിയിരുന്ന വീഡിയോകളെക്കാളും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് സോറയുടെ പ്രത്യേകത, സോറയുടെ പുതിയ ജനറേഷൻ്റെ പ്രത്യേകത. വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കുള്ള ഡയലോഗ്, മ്യൂസിക് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റമാണ് പറഞ്ഞത്, ഇതൊരു സോഷ്യൽ മീഡിയ ആപ്പായിട്ട് വരുന്നു. അവിടെ AI കണ്ടൻറ്റുകൾ മാത്രമാണ് ഉണ്ടാവുക. ഇനി ഈ ആപ്പിനകത്ത് ഞാനിത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡെമോ നൽകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇൻവൈറ്റ് ഒള്ളിയാണ്, നമ്മുടെ നാട്ടിൽ അവൈലബിളും അല്ല. അപ്പോൾ സോറയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ കാണുന്നുണ്ട്, ബട്ട് ദെൻ നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ അല്ല എന്നാണ് പറയേണ്ടത്. അത് വർക്ക് ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ, നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്യാമിയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ബേസിക്കലി നമ്മുടെ വീഡിയോ എടുക്കുക. നമ്മളെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയും കുറച്ച് ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഇമാജിനേഷൻ മാത്രമാണ് അതിൻ്റെ ലിമിറ്റ്. ഏത് രീതിയിലുള്ള റിയൽ വേൾഡ് സിനാരിയോകളിൽ ഇപ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു യുദ്ധമുഖത്ത് വെക്കാം, നമ്മളൊരു കൺസേർട്ടിൽ കൊണ്ടുപോയി വെക്കാം, ആ കൺസേർട്ട് പാടുന്ന ആൾ നമ്മളായിട്ട് മാറാം, അല്ലെങ്കിൽ എനിത്തിങ് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ മാത്രം ഒരു ലിമിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ജനറേഷൻ ക്യാപ്പബിലിറ്റിയാണ് സോറ കാണിക്കുന്നത്. അത് ഹൈപ്പർ റിയലിസ്റ്റിക് ആണ്. കാരണം ഇത് ശരിക്കും ഉയർത്തുന്ന ഒരു ചർച്ച എന്താണെന്നറിയോ, നമ്മൾ സത്യാനന്തര ലോകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു അസസ്മെൻറ്റ് കാണുകയുണ്ടായി. കാരണം എന്താണ് സത്യം? നമ്മൾ കണ്ടതാണ് സത്യം. ഞാൻ കണ്ടത് നിജം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു ഫേക്ക് വീഡിയോ ആണെങ്കിലോ. അപ്പോൾ ഡീപ്പ് ഫേക്കുകളെ എൻ്റർപ്രൈസ് ലെവലിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ശരിക്കും ChatGPT ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ സത്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ കണ്ടത് സത്യം, ഞാൻ മനസ്സിലാക്കിയെടുത്തത് സത്യം, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള വ്യക്തി പറഞ്ഞത് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇനി ശരിക്ക് ഇതിൽ പല ഘട്ടങ്ങളും തകർന്നടിയുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള ഒരു ലിറ്ററസി കുറവ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഫേക്കിനെയും റിയലിനെയും വേർതിരിച്ചറിയാനുള്ള പ്രയാസം നമുക്കുണ്ടെങ്കിൽ, നമ്മളിതിലെ കണ്ട ഉടനെ വിശ്വസിക്കുന്ന സൂപ്പർ ഒപ്റ്റിമിസ്റ്റാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ശരിക്കും ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടാകുന്നൊരു കാലമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ AI ലോകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന AIയും സോഷ്യൽ മീഡിയയൊക്കെ ഒരു പരിധി വരേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ലെവൽ സോഷ്യൽ എക്സ്പെരിമെൻറ്റാണ്. കാരണം ഇതൊക്കെ മനുഷ്യരാശിയുടെ മുകളിൽ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങളൊന്നും ഒരുപാട് ദീർഘകാലത്തെ പഠനമൊന്നുമില്ല, ഒക്കെ ഉള്ളത് ഷോർട്ട് ടേമിലാണ്. ബട്ട് ദെൻ അതിൽ പല ബയാസുകളും കടന്നുകൂടാം. ജനറലി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ രീതിയിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന പല വർഗീയ ലഹളകൾക്ക് പിറകിലാണെന്നുണ്ടെങ്കിലും, വലിയ ഇഷ്യൂസ് ആണെങ്കിലും, ഇപ്പോൾ നടക്കുന്ന ഈ ആൻറ്റി ഇമിഗ്രൻസ് അങ്ങനത്തെ റൈറ്റുകളാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിലൊക്കെ ഈ ഫേക്ക് ന്യൂസുകളുടെയും ഡീപ്പ് ഫേക്കുകളുടെയൊക്കെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ പോയിന്റിലാണ് ഇത് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സോറ ഒരു ആപ്പുമായിട്ട് പുറത്ത് വരുന്നത്, ഓപ്പൺ AI വരുന്നത് ഈ സോറ ആപ്പ്. അപ്പോൾ സോറ ആപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് ക്യാമിയോ ഒരു വീഡിയോ ബേസിക്കലി എൻ്റേത് എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ആ വീഡിയോ എനിക്ക് ഏത് രീതിയിലും റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ല പോസിബിലിറ്റിയാണ് ഞാൻ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് മാത്രമല്ല, എൻ്റേത് വേണമെങ്കിൽ എൻ്റെ ഈ ക്യാമിയോ പബ്ലിക് ആക്കിയിട്ട് എൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആർക്കും റീക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എന്നെ കോമാളിയാക്കുക, റീമിക്സ് ചെയ്യുക, വാട്ടവർ എന്തും ചെയ്യാം. അപ്പോൾ അത് ഞാൻ പെർമിഷൻ കൊടുക്കണം. ബട്ട് ഞാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ വൺസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആണ് അവർക്ക്. അപ്പോൾ ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ പുതിയ തലം എന്ന് വേണമെങ്കിൽ പറയാം. ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് മുൻപ് ഒരു പക്ഷേ ലിമിറ്റഡ് റിസോഴ്സുകൾ, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണം പലപ്പോഴും ഇത്തരം കണ്ടൻറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. വലിയ എൻ്റർപ്രൈസ് ലെവൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ സംവിധായകർക്കോ ഒക്കെ മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന പല കാര്യങ്ങളും ശരിക്കും ഈ AI ജനറേഷൻ വീഡിയോകളുടെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ റിയൽ വേൾഡ് ഫിസിക്സ് ആണ്. ഇപ്പോൾ റിയൽ വേൾഡിൽ എങ്ങനെയാണ്, ഇപ്പോൾ പൈപ്പ് തുറന്ന വെള്ളം താഴത്തേക്ക് വരണം, അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിലായിരിക്കണം, ഷാഡോ പ്രോപ്പർ ആയിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ റിയൽ വേൾഡിലേക്ക് കണക്ട് ചെയ്യുന്ന. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അമേസിങ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ് ഇത്ര സൊറയുടെ ഈ സംഭവം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഈ സാം ആൾട്ട്മാനെ തന്നെ കോമാളിയാക്കിയിട്ടൊക്കെ ഒരുപാട് GPUകൾ കക്കാൻ പോകുന്ന ഒരാളായിട്ടും മറ്റുമൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ ഓൾറെഡി ആക്സസ് കിട്ടിയവരും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മളെ വീഡിയോ ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് മറ്റാരുടെയും പബ്ലിക് ആക്കിയ ആൾക്കാരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ചുമ്മാ ഇരുന്ന് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ്.
പക്ഷെ അവിടെയാണ് നേരത്തെ പറഞ്ഞ ബിസിനസ് ഇൻസെൻറ്റീവ് വരുന്നത്. കാരണം ChatGPTക്ക് ശേഷം സാധാരണക്കാർ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മറ്റ് ഒരു ആപ്പായിട്ട് സോറയെ കൊണ്ടുവരിക. അത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിനോട് കോമ്പീറ്റ് ചെയ്യും, ടിക്ടോക്കിനോട് കോമ്പീറ്റ് ചെയ്യും. ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ നേരിട്ട് മെറ്റയുടെ വൈബ്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ AI വീഡിയോകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് ജേണിയുമായിട്ടൊക്കെ ചേർന്നിട്ട് മെറ്റ ഒരു ആപ്പ് ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനോട് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാനായിരിക്കാം. എന്തൊക്കെ ആയാലും ഇതിൻ്റെ പിറകിലുള്ള ബിസിനസ് ഇൻറ്റൻഷൻസ് വെരി ക്ലിയർ ആണ്. കാരണം ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ മീഡിയ കൊണ്ടുവരുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ബേസിക്കലി അവർ ക്യാഷ് ഔട്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് ആഡ്സ് വെക്കുക, വെരി ക്ലിയർലി ആഡ്സ് വെക്കുക. രണ്ടാമത്തേത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് വെക്കുക. അപ്പോൾ ChatGPTയുടെ സബ്സ്ക്രിപ്ഷൻസ് വെക്കുകയാണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഉത്തരം നല്ലതാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിലേക്ക് ആഡ്സ് വരുന്നതോട് കൂടിയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ? ആ ഒരു ഇൻട്രസ്റ്റാണ് പിന്നീട് ഇപ്പോൾ ഗൂഗിളിൻ്റെ ബിസിനസ് മോഡലൊക്കെ എന്താണ്, ഗൂഗിൾ നൽകുന്ന ഉത്തരങ്ങളിൽ ആർക്കാണോ ബിഡ് ചെയ്യാൻ ഏറ്റവും നല്ല പൈസയുള്ളത്, അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഫസ്റ്റ് റിസൾട്ടുകൾ ആഡ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഗൂഗിളിൻ്റെ ബിസിനസ് മോഡൽ എന്നുള്ള വിഷയം നമുക്കറിയുന്നുണ്ടാവുമല്ലോ. ഈ AI റേസിൽ ശരിക്കും ഗൂഗിൾ ഇച്ചിരി ബാക്കിലാവാനുള്ള കാരണവും അവരുടെ എക്സിസ്റ്റിംഗ് ബിസിനസ് മോഡലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുകളിലൊന്നും അത്ര ഫോക്കസ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അവർ പെട്ടെന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഡീപ്പ് മൈൻഡ്, ഡെമിസ് ഹസാബീസൊക്കെ പിക്ചറിൽ വന്നതോട് കൂടിയിട്ട് ജെമിനായി ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റാണ് VO3 പോലെയുള്ള സംഭവങ്ങളൊക്കെ. ബട്ട് ദെൻ ഇതിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഗൂഗിളിൻ്റെ ബിസിനസ് മോഡലിനെ മറ്റൊരു രീതിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സോറ വരുമ്പോൾ, സോറയും ChatGPTയും അവരുടെ അഡ്വർടൈസിങ് ബിസിനസ് മോഡലും വരുമ്പോൾ നമുക്കിനി ലഭിക്കുന്ന AI ഉത്തരങ്ങളുടെ വിശ്വാസ്യതയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ റിയാലിറ്റി അവർ കൺട്രോൾ ചെയ്യുക എന്നും കൂടെ പറയുമ്പോൾ ഇപ്പോൾ AI റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വരിക. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ആ സോറ ആപ്പിനകത്ത് തന്നെയാണ് നമ്മളത് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് AI ആണെന്നുള്ളത്. പക്ഷേ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വാട്സപ്പിൽ എത്തുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഈ ഇൻസ്റ്റഗ്രാം ഞാൻ പറയുന്നില്ല, ഓക്കെ, അവിടെ നമുക്ക് AI മാർക്ക് ചെയ്യാം. AI മാർക്ക് ചെയ്യാൻ ആക്ച്വലി ടഫാണ്. കാരണം AI മാർക്ക് ചെയ്യുക അതിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റുകൾ ഉണ്ടാകും. AI മാർക്ക് ചെയ്താൽ തന്നെയും അത് തിരിച്ചറിയാനും അതിൽ ഏത് എലമെൻ്റാണ് പ്രോബ്ലം എന്നുള്ള തിരിച്ചറിയലൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിനെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോകക്രമത്തിലേക്ക് നമ്മൾ പല ഘട്ടത്തിലുള്ള ആൾക്കാർ, എന്താ വെച്ചാൽ ഈ ടെക്നോളജികളൊക്കെ എളുപ്പം അഡോപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഞാൻ അറിയുന്നതിന് മുൻപേ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാകും, ഇതിന് ടെക്നിക്കൽ ഡെപ്ത്തിൽ അറിയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതൊന്നും അറിയാത്ത വലിയ ഒരു ശതമാനം സാധാരണക്കാരുണ്ടാവും. അവരുടെ ഇപ്പോൾ വാട്സപ്പൊക്കെ ഒരുപാട് ജനകീയമായിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഇതൊരു പക്ഷേ ഇനി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സോഷ്യൽ അൺട്രസ്റ്റ്, അതിൻ്റെ ഒരു ആ സോഷ്യൽ എക്സ്പെരിമെൻറ്റിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ശരിക്കും എനിക്ക് ഈ സോറ ആപ്പ് കണ്ട സമയത്ത് ഓക്കെ ഒന്ന് അഡ്വർടൈസിങ്ങിൻ്റെ പോസിബിലിറ്റി ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മെറ്റ AI ഉണ്ടല്ലോ വാട്സപ്പിനൊക്കെ അകത്ത് വരുന്നത്. അപ്പോൾ മെറ്റ AIയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ നമ്മളതുമായിട്ടുള്ള ഇൻറ്ററാക്ഷനോ മെറ്റ ഇനി നമുക്ക് ആഡ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നും കണ്ടു. അപ്പോൾ ഓക്കെ, AI മോഡലുകൾക്കകത്ത് അഡ്വർടൈസിങ് മോഡൽ വരുമ്പോൾ അത് എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതൊരു രസമുള്ള ഒരു ഏരിയയാണ്. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ChatGPTയുടെ പൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ പ്രോ മോഡലിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. മാസം $200 കൊടുക്കുന്ന മോഡലിൽ. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്നറിയോ? ഇപ്പോൾ നിലവിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT ഒക്കെ എന്താണ്, ഒരു ടൂളാണ്. നമ്മൾ പോയിട്ട് ചോദ്യം ചോദിക്കണം, ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നു. ഓക്കെ, അതിൽ കഴിഞ്ഞ കുറച്ച് കാലം വന്നിട്ടുള്ളൊരു ഫീച്ചറാണ് എന്ത്, മെമ്മറി എന്നുള്ള ഫീച്ചർ. അപ്പോൾ മെമ്മറി എന്താണ്, നമ്മൾ മുൻപ് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് അതിന് ഓർമ്മയുണ്ടാകും. ആ ഓർമ്മയുടെ ഫലത്തിൽ പലപ്പോഴും നമ്മൾ വീണ്ടും കോണ്ടെക്സ്റ്റ് റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ആരാന്ന് റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉമർ അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ അത് ഇന്നതാണെന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന ChatGPTക്ക് അറിയാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാക്കി മാത്രം ചോദിച്ചാൽ മതി. ഇത് മെമ്മറി ഫീച്ചറും മറ്റൊക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രോ ഫീച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ശരിക്കും നമ്മുടെ ഒരു പാർട്ട്ണർ റോളിലേക്ക് വരിക, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പാർട്ട്ണർ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ള സദാസമയം നമ്മളെ ഗൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് AI വരുന്നു. അപ്പോൾ അത് AIയുടെ ഒരു അടുത്ത ഘട്ടമാണ്. അപ്പോൾ AI പാസീവായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആൾ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് ഗൈഡ് ചെയ്യുന്ന റോളിലേക്ക് വരുന്നു. പക്ഷേ ഇന്നത് ആർക്കാണ് കിട്ടുന്നത്? $200 ഒരു മാസം മുടക്കാൻ കഴിയുന്ന, ഏകദേശം ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് ഒരു 18,000-20,000 രൂപ മുടക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഒരു ഇൻ്റലിജൻ്റ് അസിസ്റ്റൻറ്റ് അവരുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്ന ഒരു ഘട്ടം. ഇത് ഒരു ഭാഗം. ഇനി ഇതല്ലാണ്ട് മെറ്റയുടെ മെറ്റ ഗ്ലാസ്സസ് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേ അടക്കമുള്ള ഗ്ലാസ്സുകൾ. അപ്പോൾ മെറ്റ റേബാൻ AI ഗ്ലാസ്സുകൾ അത് ഡിസ്പ്ലേ ഇല്ലാത്ത ലെൻസ് മാത്രമുള്ളതിനെ കുറിച്ച് വന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റിവ്യൂ മറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി വരുന്നത് ഇത് വിത്ത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻഫർമേഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി എന്തായിരിക്കും
ഇത്തരം ഗ്ലാസ്സുകൾ വെച്ചിട്ട് ലോകം കാണുന്ന ആൾക്കാർ അവർ കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആവുമോ, അവർക്ക് ലോകത്തെക്കുറിച്ച് ബെറ്റർ ധാരണ ഉണ്ടാവുമോ? ലൈക്ക് ഫ്യൂച്ചർ ഓഫ് AI നമ്മൾ ആ രീതിയിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന AI എന്ന് മാറിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന പാർട്ട്ണറിലേക്ക് വരുന്നു. ആ പാർട്ട്ണർ ഒരു ഗ്ലാസിൻ്റെ രൂപത്തിലാണെങ്കിൽ അവിടെ നടക്കുന്ന ഫ്യൂച്ചർ എന്താണെന്നുള്ളൊക്കെ ചോദ്യമുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു റീസെൻറ്റ് അനൗൺസ്മെൻറ്റ് കണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ വിഷൻ പ്രോ ഉണ്ടായിരുന്നല്ലോ, വിഷൻ പ്രോ ഭയങ്കര പ്രൈസിയാണ്, അപ്പോൾ ആൾക്കാർ അതുകൊണ്ട് വാങ്ങുന്നില്ല എന്നെല്ലാം കണ്ടിട്ട് അവർ വിഷൻ പ്രോയുടെ ഒരു ലൈറ്റർ വേർഷൻ, കുറച്ചും കൂടെ കോസ്റ്റ് കുറഞ്ഞ വേർഷൻ എല്ലാം ഇറക്കുന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് AI ഗ്ലാസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിലേക്ക് റിസർച്ച് ടീമിനെ ഡീവിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു. ഓക്കെ, അപ്പോൾ AI ഗ്ലാസ് എന്നുള്ള മേഖലയിൽ ഒരുപാട് പുതിയ മുന്നേറ്റങ്ങൾ വന്നേക്കാം. ഈവൻ ChatGPTയുടെ ഡിവൈസ് വരുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഗ്ലാസിൻ്റെ രൂപത്തിൽ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ മോഡലുകൾ കൊണ്ടുവരും. അപ്പോൾ ആ മോഡലുകൾ വരുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നൊക്കെ പഠിക്കുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിറകിൽ ശരിക്കും നമ്മൾ എഡ്യൂക്കേഷൻ സംവിധാനം ആഗ്രഹിക്കുന്നത് ലോകം വളരെ ഫാസ്റ്റായിട്ടൊന്ന് മൂവ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ സിലബസ് അത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇങ്ങനെ ഒരു പാരലലി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് പേസിലാണ് ഈ ടെക്നോളജിയുടെ മേഖലയിലുള്ള ഗ്രോത്ത് വരുന്നത്. അപ്പോൾ നോളജ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന എല്ലാ വൈറ്റ് കോളർ ജോബ്സ് ആണെങ്കിലും പ്രൊഫഷണൽ ജോബ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പരീക്ഷകൾ നിമിഷ നേരം കൊണ്ട് ChatGPT പോലെയുള്ള AI ടൂളുകൾ പാസ്സാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വാട്ട് ഇഫ് അടുത്തൊരു 1-2 വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിലോ, കുറച്ചും കൂടെ മുന്നോട്ട് കണ്ടോളി, 5 വർഷത്തിലോ ഇപ്പോൾ ലോ പരീക്ഷ പാസ്സാവുന്ന സർട്ടിഫൈഡ് ലോയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ChatGPTയുടെ ബേസിൽ വരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ChatGPTയോ അല്ലെങ്കിൽ ജെമിനയോ ഏതോ ആയിക്കോട്ടെ, എനി പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള MBBS ആപ്പ് വരുന്നു, ഡോക്ടർ ആപ്പ് വരുന്നു, അല്ലെങ്കിൽ CA ആപ്പ് വരുന്നു. ഇത്തരത്തിലുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ലൈക്ക് അത്രമാത്രമാണ് ഈ ടെക്നോളജികളുടെ സ്കോപ്പ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ടെക്നോളജിയെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ വേഴ്സ്റ്റ് ഫേസാണ്. ഇതിന്ന് എങ്ങനെ വന്നാലും അടുത്ത വർഷം ബെറ്റർ ആവുക മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുള്ള ഗ്രോത്ത് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ചാനലിൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് പോയാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം വിസിബിൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുകൾ നന്നായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതേ ഭാഗത്താണ് ഇനിയിപ്പോൾ ഓട്ടോമേഷനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ മെയ്ക്ക്, NI10 പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്ക് ഫ്ലോയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം, വാട്സപ്പ് ലീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാം. ലൈക്ക് അങ്ങനെ കുറേ ഓട്ടോമേഷൻ്റെ പോസിബിലിറ്റികൾ ഇന്ന് ഒരുപാട് കമ്പനികളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഇപ്പോൾ ഏജൻറ്റ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ChatGPT ഒരു അനദർ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ശരിക്ക് ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവർ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റേസിൽ നമ്മൾ എവിടെയാണ് എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ട്. കാരണം ഇന്ന് ലോകത്ത് 2 കൂട്ടരാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. ഒന്ന് US ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അത് മാഗ്നിഫിസൻറ്റ് 7 എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ വലിയ കമ്പനികൾ, ഇപ്പോൾ ഇവൻ ഇൻ്റലിനെയൊക്കെ അവർ ബെയിൽ ഔട്ട് ചെയ്തിട്ട് ചാവാൻ പോകുന്ന കമ്പനിയാണ് ഇൻ്റൽ എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ഇൻ്റലിന് ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റ് സഹ കമ്പനികളിൽ നിന്ന് വരുന്നു, അമേരിക്കൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ഇൻ്റലിനെ ബെയിൽ ഔട്ട് ചെയ്തിട്ട് ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ അമേരിക്ക ഡൊമിനൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്നു. കാരണം ഇന്ന് അമേരിക്കയ്ക്ക് AI മേഖലയിലുള്ള വൺ ഓഫ് ദ ഒള്ളി മോട്ട് എന്ന് പറയേണ്ടത് NVIDIA ആയിരിക്കും എന്നുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ NVIDIAയുടെ ചിപ്പുകൾ കിട്ടാണ്ട് പോലും ചൈന ഈ മേഖലയിൽ മുന്നേറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചൈനയും ഈ റേസിൽ ലൈക്ക് ആ ഒരു അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അമേരിക്ക ശരിക്കും മുന്നിൽ നിന്നിട്ട് ടെക്നോളജിയെ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള AI അല്ലെങ്കിൽ AIയുടെ ഒരു പുതിയ യൂസ് കേസുകളൊക്കെ പുതിയ ഹയർ ഇൻ്റലിജൻ്റ് AIയിലേക്കൊക്കെ പുഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന വലിയ ഡാറ്റ ഫാക്ടറികൾ, AI ഫാക്ടറികളൊക്കെ നിർമ്മിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചൈന ഒരു പക്ഷേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള AIയെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുന്ന മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീപ് സീക്ക് മൊമെൻറ്റിനെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് വളരെ എക്സൈറ്റിംഗ് ടൈംസാണ് അഹെഡ് എന്ന് പറയാം. പക്ഷേ ഇതേ ടെക്നോളജികളെ നമുക്ക് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നോളജ് ഇക്കോണമിയുടെ ഭാവി എന്തായിരിക്കും, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് സൊസൈറ്റിയുടെ മേലെ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. ഇനി അതൊന്നുമല്ല, ക്രിയേറ്റീവ് ഇക്കോണമി ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ വരുമാന മാർഗ്ഗമാണെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അത്തരം വരുമാന മാർഗ്ഗം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം സമയം കൊല്ലണം, അറ്റൻഷൻ ഇക്കോണമിയാണ് ഇതിൻ്റെ എല്ലാം കോറല്ലേ. പഠിക്കാൻ വേണ്ടി കാണുക പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബട്ട് ദെൻ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് വാച്ചിങ് അല്ലെങ്കിൽ ബ്രെയിൻ റോട്ടായിട്ടോ മറ്റെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ഇല്ലേ, ആ ബിഹേവിയറിന് ചില സമയത്തൊക്കെ നമുക്ക് AI വീഡിയോസ് ആയാലും മതി. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോകളിലൊക്കെ നല്ല ഒരളവ് AI വീഡിയോകളൊക്കെ ആൾറെഡി ഉണ്ടാകും. അപ്പോൾ
അതിനായിട്ട് സ്പെഷ്യൽ ആപ്പുകളൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്രിയേറ്റീവ് ഇക്കോണമിയുടെ മോഡൽ തന്നെ മാറിയേക്കാം. അതുപോലെ സുനോ 5 എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള മ്യൂസിക് വോക്കൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് വന്നു. അപ്പോൾ ഓൾറെഡി ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണോ AI ഉണ്ടാക്കിയതാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ടൂറിംഗ് ടെസ്റ്റൊക്കെ പാസ്സാവും. ടൂറിംഗ് ടെസ്റ്റ് അതാണല്ലോ, എന്താ വെച്ചാൽ ഈ കണ്ടൻറ് ഉണ്ടാക്കിയത് AI ആണോ അല്ലെങ്കിൽ മനുഷ്യനാണോ, നമ്മൾ സംഭാഷണം നടത്തുന്നത് AI-യോടാണോ മനുഷ്യനോടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേർതിരിച്ച് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ടൂറിംഗ് ടെസ്റ്റ് AI പാസ്സായി എന്നുള്ളതാണ്. അപ്പോൾ സുനോ 5 ആണെന്നുണ്ടെങ്കിലും സോറയാണെന്നുണ്ടെങ്കിലൊക്കെ ശരിക്ക് ഈ ഒരു പരിധി വരേക്കും ടൂറിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഇനി അതല്ല, അവിടെയൊക്കെ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ റിയാലിറ്റി അല്ല ഉള്ളത്. ഇപ്പോൾ ഓരോ ആൾക്കാരും അവർ കണ്ട ലോകം, അവർ മനസ്സിലാക്കിയ സത്യം, അവരുടെ ചിന്തകൾ ഒക്കെ അനുസരിച്ചിട്ടുള്ളൊരു ലോകക്രമം ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഡിവൈഡഡ് ആയിട്ടുള്ള, ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ആൾക്കാരിലേക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ വന്നെത്തുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും ഇവരിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ AI മേഖലയിൽ ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ഈ AI Now എന്നുള്ള സീരീസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ എപ്പിസോഡ് നെയിംസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ ടൈറ്റിൽ ചെയ്യാൻ അറിയാത്തതോ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തതോ ഇതിനൊക്കെ ഞാൻ AI ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ബട്ട് ദെൻ മലയാളം ലാംഗ്വേജിലുള്ള കുറേ ലിമിറ്റേഷൻസ് ഒക്കെ കാരണം ഒരുപക്ഷെ ആ നല്ല രീതിയിൽ കണക്റ്റ് ആവില്ല. അപ്പോൾ എൻ്റെ പ്രൈമറി ഓഡിയൻസ് മലയാളികളായതുകൊണ്ട് അവർക്ക് മലയാളത്തിൽ കാണുന്നതായിരിക്കാം പെട്ടെന്ന് സ്വീകാര്യമാവുക എന്നുള്ളൊരു റീസണും കൂടിയുണ്ട്. അപ്പോൾ മലയാളത്തിൽ ഇത് കുറച്ചും കൂടെ AI നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് വീഡിയോകളുടെ റീച്ചും മറ്റൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിൻ്റ് ലൈക്ക് എന്നെ പലപ്പോഴായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെയും ഒരാഗ്രഹം ഉണ്ടാവുക ഈ മേഖലയിലൊക്കെ നടക്കുന്ന പുതിയ മുന്നേറ്റങ്ങളെ ഫോളോ ചെയ്യാനായിരിക്കാം എന്നെ വാച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ടൈറ്റിലും തമ്മിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരാത്ത കാരണം വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ AI Now എന്നുള്ള സീരീസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ മേഖലയിൽ വരുന്ന പുതിയ മുന്നേറ്റങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും.